നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അവിടെ മറ്റൊരു സമരം കൂടി നടക്കുന്നുണ്ട്. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. ആ സമരം ഇന്ന് 12ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൈം അവതരിപ്പിച്ചാണ് ഇന്ന് അവർ പ്രതിഷേധിക്കാൻ ഒരുങ്ങുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത സമരമുറകൾ നമ്മൾ കണ്ടതാണ് അവരുടെ ഭാഗത്തു നിന്ന്. ഇപ്പോഴുള്ള അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയുമാണ്. ഏത് രീതിയിലാണ് ഇനി തുടർ സമരങ്ങൾ? അനുജ, യൂണിഫോം തസ്തിക സ്വപ്നം കണ്ട് പഠിച്ച് പരീക്ഷ പാസ്സായവരാണ് സർക്കാരിന്റെ കനിവ് വേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്തരത്തിലൊരു സമരമിരിക്കുന്നത്. ഇന്ന് 12ാം ദിവസമാണ് വനിതാ CPOമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരമിരിക്കുന്നത്. ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു അനുകൂല നിലപാട് ഇവർക്ക് ഉണ്ടായിട്ടില്ല. പലതരത്തിലുള്ള സമരമുറകൾ ഇവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിയിട്ടുണ്ട്. കാരണം അവർ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ, റാങ്ക് ലിസ്റ്റിൽ നിന്ന് പരമാവധി ആളുകൾക്ക് നിയമനം നൽകണമെന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനോടൊരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. മാത്രമല്ല, അവരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. കാരണം ഈ മാസം 19ാം തീയതിയാണ് വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. ഇനി 7 ദിവസം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. ഈ 7 ദിവസത്തിനുള്ളിൽ പരമാവധി നിയമനം നടന്നില്ല എങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവർ പുറത്തു പോകും. അവർ സ്വപ്നം കണ്ട ഒരു ജോലി അവർക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു കനിവ് അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അവസാന നിമിഷങ്ങളിലും അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിലും സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം 19ാം തീയതി ഇനി ലിസ്റ്റ് കാലാവധി അവസാനിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? സർക്കാർ ഇടപെടുമോ? സർക്കാർ ഇടപെടുന്നു തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷയുള്ളത്. 16ാം തീയതി മറ്റൊരു ക്യാബിനറ്റ് ഉണ്ട് എന്ന് കേട്ടു, അറിയത്തില്ല. അതിലെന്തെങ്കിലും നല്ലൊരു തീരുമാനം, നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുന്ന തന്നെയാണ് ഈ പ്രതീക്ഷ. എന്തെങ്കിലും ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു ഇടപെടൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അവരുടെ ഭാഗത്ത്? ഇല്ല, അങ്ങനത്തെ അറിയിപ്പുകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. നേരത്തെ നിങ്ങൾ ഭിക്ഷ യാചിച്ച് സമരം ചെയ്തു, ഇന്നലെ ഈ ഒറ്റക്കാലിൽ ഉപ്പിൽ നിന്ന് സമരം ചെയ്തു. ഈ സമരമുറകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് എന്താണ്? ഇന്ന് ഞങ്ങൾ ഒരു PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, നല്ല കഷ്ടപ്പാടുള്ളതാണ്. ഞങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടപ്പാട് ഒരു പടി കൂടുതലാണ്. ആ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ ചെറിയൊരു മീം എന്നുള്ള രീതിയിലൊന്ന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതാണ്. അനുജ, ഈ വനിതാ CPO ഉദ്യോഗാർത്ഥി പറഞ്ഞതുപോലെ തന്നെ അവർ ഇതുവരെ എത്തിയ ഒരു ജീവിതം, ഈ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ അവർ എടുത്ത എഫേർട്ട് ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള ഒരു മൈമാണ് ഒരു സമര രീതിയായി അല്ലെങ്കിൽ ഒരു സമര രീതിയായി തന്നെ അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അല്പസമയത്തിനകം അവതരിപ്പിക്കുന്നത്. സർക്കാരിന്റെ കണ്ണു തുറക്കണമെന്നതാണ് അവർ ഇപ്പോഴും. അതാണ് കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ മൗനം പാലിക്കുകയായിരുന്നു, മറുപടി പറഞ്ഞില്ല. എന്താണ് ഈ സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നത് അറിയാമോ? അനുജ, സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഈ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പരമാവധി ആളുകൾക്ക് നിയമനം നൽകി എന്നതാണ് സർക്കാരിന്റെ തന്നെ ഔദ്യോഗികമായി പുറത്തുവരുന്ന അറിയിപ്പുകൾ. പക്ഷേ ഇവർ വിവരാവകാശ നിയമപ്രകാരം എടുത്ത മറുപടിയിൽ തന്നെ 570 ഒഴിവുകൾ ഈ വനിതാ CPO ജോലിയിലുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ആ ഒരു നിയമനം സർക്കാർ നടത്തുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്തുകൊണ്ടാണ് പരമാവധി നിയമനങ്ങൾ സർക്കാർ നടത്താത്തത്? ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരാനുണ്ട്. പക്ഷേ അപ്പോഴും ഈ പരമാവധി ഒഴിവുകളിൽ ഒരു നിയമനം നടക്കുമെന്നതാണ് അവർ പ്രതീക്ഷിക്കുന്ന കാര്യം. കാരണം വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ കാലാവധി, ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ. കാരണം 2024 964 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതിൽ ഇതുവരെ 292 പേർ, അതായത് ഇവർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 292 പേരെ മാത്രമാണ് ഇതുവരെ നിയമിച്ചിട്ടുള്ളത്. അവർ വിവരാവകാശ നിയമപ്രകാരം എടുത്ത മറുപടിയിൽ 570 ഒഴിവുകൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് 800-700 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഈ ഒരു സമരം ന്യായമാണ് എന്നതാണ് ഈ ഉദ്യോഗാർത്ഥികൾ ആവർത്തിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ സമരത്തോട് അല്ലെങ്കിൽ സമരത്തോട് മുഖം തിരിക്കാതെ ഈ ഒരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഇവർ ആവർത്തിക്കുകയാണ്. ഒരിക്കലും സർക്കാരിനെതിരായുള്ള ഒരു സമരമല്ല അവർ ഇപ്പോൾ അവലംബിക്കുന്നത്. തങ്ങളുടെ ഒരു അവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു
ഗതികോട് കൊണ്ടാണ് ഈ രാവും പകലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ ഈ സർക്കാരിന്റെ ഒരു കനിവിനായി ഇവിടെ കിടക്കുന്നത് എന്നതാണ് വനിതാ ഉദ്യോഗാർത്ഥികൾ പറയുന്ന കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവരുടെ ഒരു ജീവിത മയമായി തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ അവതരിപ്പിക്കും. ഇന്നലെ ഈ ഒറ്റക്കാലിൽ ഉപ്പിൽ നിന്നുള്ള പ്രതിഷേധമായിരുന്നു വനിതാ ഉദ്യോഗാർത്ഥികൾ ഇവിടെ നടത്തിയത്. അതിനു മുമ്പ് ഭിക്ഷയാചിച്ചുമൊക്കെ തന്നെ വലിയ ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. 12 ദിവസമായി രാവും പകലും ഇവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇങ്ങനെ കിടക്കുകയാണ്. ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം ശക്തമായ ചൂടാണ് പകൽ സമയങ്ങളിൽ. ഈ കാലാവസ്ഥയൊക്കെ തന്നെ അവർ അവഗണിച്ചുകൊണ്ട് സർക്കാരിന്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഈ എത്രയും വേഗം തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന തീരുമാനം സമരം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 12ാം ദിവസത്തിലാണ് ഈ സമരം എത്തി നിൽക്കുന്നത്. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. കൂടുതൽ കടുത്ത സമര രീതികളിലേക്ക് അവർ പോവുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും അവർ.